ജന്മസാഫല്യം അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരം നടത്തിയ വിദ്യാർത്ഥികളാണിവർ. കോട്ടയം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ 2023 നീറ്റ് എക്സാമിൽ മികച്ച വിജയം കാഴ്ചവെച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. ഹലോ സർ. എന്തുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് നിങ്ങൾക്കുണ്ടായ പുതിയൊരു ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി കാണും. എന്തായിരിക്കും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം? നമ്മളുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ MBBSലേക്ക് കയറുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ജോൾട്ട് തന്നെയാണ്. ലൈക്ക് നമ്മൾ ഇത്രകാലം പഠിച്ചതുപോലെ ഒന്നുമല്ല, വേറെ തന്നെ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിലോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വർക്ക്, ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് തന്നെ പറയാം, അതാണ് എനിക്ക് ഏറ്റവും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. ഇനി ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നതും എന്നാൽ കോട്ടയം മെഡിക്കലിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മിസ്സാകുന്ന പല കാര്യങ്ങളുണ്ടാവാം. എന്തൊക്കെയാണ്? പഴയ ഫ്രണ്ട്സ്, പിന്നെ ക്യാൻറ്റീൻ ഫുഡ് അത്ര നല്ല ഫുഡാണ് ക്യാൻറ്റീനിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ. ബ്രില്യൻറ്റിലെ പഫ്സ് ഭയങ്കര ഫേമസ്. ഓക്കെ. സാൻഡ്വിച്ച് നിർത്തി. ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ മെഡക്സ് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിങ്ങളുടെ റോള് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ MBBSൽ ബ്രില്യൻറ്റിൽ നിന്ന് പഠിച്ച് ഇവിടെ അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. സത്യം പറയാം, നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഇങ്ങനെ ഒരു വൈഡ് എക്സ്പോഷർ കിട്ടുന്ന ഭയങ്കര ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ഒഫ്താൽമോളജി അല്ലെങ്കിൽ ന്യൂറോളജി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ പിന്നെ പഠിക്കുന്ന സബ്ജക്ട്സ് ഇല്ലേ, പക്ഷെ ആ സബ്ജക്ട്സിൽ ഇപ്പം തന്നെ ഒരു എക്സ്പോഷർ കിട്ടിയൊരു വലിയൊരു ഇതാണ്. പിന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കോമൺ പീപ്പിളിനോട് നന്നായിട്ട് ഇടപെടാൻ പറ്റും. അതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അല്ലേ, പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി എല്ലാം. ഒത്തിരി സംശയങ്ങൾ അവർ ഇങ്ങോട്ട് ചോദിക്കും, അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ. ഈ യാത്രയിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ബ്രില്യൻറ്റിലെ പല ഘടകങ്ങളും നിങ്ങളെ അതിന് സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത് ഏതൊക്കെയാണെന്ന് മോളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സസും പിന്നെ ലൈബ്രറിയിലെ ബുക്സും പിന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ട്. മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ? അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഓരോരോ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ പറ്റി, തെറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി, ഓരോരോ ചാപ്റ്റേഴ്സ് എവിടെയാണ് വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇടയ്ക്ക് ഇപ്പോഴെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ സ്വാഭാവികമാണ്. ഓക്കെ, അതെങ്ങനെ ഓവർകം ചെയ്തു? എല്ലാ എക്സാം കഴിഞ്ഞിട്ടുള്ളത് ചിന്തിച്ചാൽ മതി. എക്സാം നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ. ഒരു എക്സാം ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. ഇനി സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും, ആവറേജ് ആണെങ്കിൽ എല്ലാവർക്കും ആവറേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വർക്ക് ചെയ്യാം, അതല്ലേ നമ്മളുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. അത് നമ്മൾ നമ്മുടെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാം. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി അല്ലേ നമുക്ക് ആവശ്യം. അടുത്ത വർഷത്തെ നീറ്റ് ലക്ഷ്യമാക്കി പഠിക്കുന്ന ധാരാളം കുഞ്ഞനിയന്മാരും അനിയത്തിമാരും ബ്രില്യൻ സ്റ്റഡി സെന്ററിലുണ്ട്. അവർക്കും അവരുടെ മാതാപിതാക്കൾക്കുമായിട്ട് ഈ ഒരു കടമ്പ കഴിഞ്ഞു വന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു എക്സാമും മിസ് ചെയ്യാതിരിക്കുക. ബ്രില്യൻറ്റ് നമുക്കറിയാം ഒരുപാട് എക്സാംസ് ഇപ്പോൾ വീക്ക്ലി ആയാലും പിന്നെ അവസാനത്തുള്ള മോഡൽ എക്സാംസ് ആയാലും ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒന്നും മിസ്സാക്കാതിരിക്കുക. ഇനിയിപ്പോൾ അത് ഒന്നിൽ മാർക്ക് കുറഞ്ഞു പോയി, ബട്ട് കീപ്പ് വർക്കിംഗ്. അത് ആ ഒരു വർക്ക് അതേ ഒരു ആ ഒരു ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുക. ഒരു ദിവസം എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത് കൃത്യമായിട്ട് പഠനത്തിനായി? കറക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്താണ് ഞാൻ പഠിച്ചിരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം നമ്മൾ ചെയ്യണം. ഇപ്പം ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ ബാക്കിലോട്ട് നിൽക്കുകയല്ല വേണ്ട. എത്രത്തോളം നമ്മൾ ചെയ്യുമോ അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവും. ഇവരുടെ മെഡിക്കൽ കോളേജ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി വരുന്ന തലമുറകൾക്കായി അവർ നൽകിയ സന്ദേശവും ഇതാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ലക്ഷ്യബോധത്തോടെ ഇനിയുള്ള സമയത്ത് പഠിക്കുക. നിങ്ങൾക്കും വിജയികളാകാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.